മലങ്കര മാർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ തിയോഡോഷ്യസ് തിരുമേനി ആണ് എത്തിയിരിക്കുന്നത്. അവരുടെ അനുശോചനമാണ് രേഖപ്പെടുത്തിക്കൊണ്ട് പുഷ്പചക്രം സമർപ്പിച്ചത്. അവരുടെ ശുശ്രൂഷ, പ്രാർത്ഥന ശുശ്രൂഷ ഇപ്പോൾ ഇവിടെ നടത്തപ്പെടുന്നതാണ്. ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി പാറയ്ക്കുമോ. ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ, ണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ തുടർന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്കുന്നതാകുന്നു. സകലത്തിന്റെയും സൃഷ്ടാവും സകലത്തെയും ഭരിച്ച് പരിപാലിക്കുന്നവരുമായ ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം സമ്പാദിച്ചിരിക്കുന്ന നിന്റെ തിരുസഭയിൽ മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ശുശ്രൂഷക്കാരെയും നീ നിയമിച്ചാക്കിയല്ലോ. കർത്താവെ, വെടിപ്പോടും വിശുദ്ധിയോടും നിർമ്മല ഹൃദയത്തോടും കൂടി തിരുസന്നിധിയിൽ ശുശ്രൂഷ ചെയ്ത സകല വിശുദ്ധന്മാരെയും ഞങ്ങൾ ഓർക്കുകയും അവർ നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, നിന്നിൽ വിശ്വസിച്ചേറ്റ് പറയുകയും നിന്നെ ശുശ്രൂഷിക്കുകയും മേലിൽ നിന്നുള്ള വിളിയാൽ വാങ്ങിപ്പോവുകയും ചെയ്തിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ പൂർണ്ണമാക്കുന്ന ഈ സമയത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ആയതിപ്പോഴും സദാകാലത്തേക്കും തന്നെ. മഹത്വത്തിന്റെ രാജാവായ മിശിഹ കാലാവസാനത്തിൽ സൃഷ്ടികളെ വിധിപ്പാൻ വരുന്നു. ഞങ്ങളുടെ കർത്താവേ, സകല മരിച്ചവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നിന്റെ എഴുന്നള്ളത്തിന്റെ നാഴിക ഗുപ്തമാകുന്നു. കർത്താവേ, നിന്റെ വിധികൾ നീതിയുള്ളതെന്നും നീതിമാന്മാരും ദുഷ്ടന്മാരുമായ ഇരുകൂട്ടരും നിന്റെ ന്യായസ്ഥലത്ത് വെച്ച് അട്ടഹസിക്കും. വിശുദ്ധരും പുണ്യവാന്മാരും രാജാവിന്റെ പ്രത്യക്ഷതയിൽ സന്തോഷിക്കുന്നു. സഭ അതിന്റെ സന്താനങ്ങളോടുകൂടെ സത്യേകദൈവമായ പിതാവിനെയും പുത്രനെയും പരിശുദ്ധ റൂഹായെയും കുമ്പിട്ട് വന്ദിക്കുന്നു. പിതാവിന് സ്തുതിയും പുത്രന് സ്തോത്രവും വിശുദ്ധ റൂഹായ്ക്ക് ബഹുമാനവും വന്ദനവും ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായം ചെയ്യണമേ. സ്തോത്രവും ദയസ്സും വീഴ്ചയും മാഞ്ഞുപോകാത്ത എല്ലാ നല്ല മഹിമയും എല്ലാം ഇപ്പോഴും കരയേറ്റുവാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരണമേ. തന്റെ ബഹുമാനത്തിന്റെ സേവയ്ക്കും ജീവനവും രക്ഷകരമായ ദിവ്യമർമ്മത്തിന്റെ ശുശ്രൂഷയ്ക്കും വന്യങ്ങളായ ദൈവിക രഹസ്യങ്ങളുടെ ഗ്രഹവിചാരണയ്ക്കുമായി ബലഹീനരും മൺമേരുമായ മനുഷ്യരെ തിരഞ്ഞെടുക്കുകയും ഉന്നതരായ മാലാഖമാർ കൂടെ നോക്കിക്കാണുവാൻ കാക്ഷിക്കുന്നതുമായ ദിവ്യരഹസ്യങ്ങളുടെ കലവറസ്ഥാനം അവരെ ഫലമേൽപ്പിക്കുവാൻ തിരുമനസ്സാവുകയും ചെയ്തവനും ആത്മേന്മാരും ആത്മേന്മാരുമായ അനേകാരങ്ങളുടെ സ്തുതികളിലും ശുശ്രൂഷകളിലും ഇഷ്ടപ്പെടുന്നതിനേക്കാൾ തന്റെ തൃക്കൈകളുടെ മനസ്സിലാകുന്ന നമ്മളുടെ ശുശ്രൂഷകളും ആരാധനകളിലും അധികം പ്രിയപ്പെടുന്നവനുമായ ദിവ്യരഹസ്യങ്ങളുടെ നാഥനും സാക്ഷാൽ നമ്മുടെ നിത്യപുരോഹിതനും ഞാൻ എവിടെയായിരിക്കുന്നു അവിടെ എൻ്റെ ശുശ്രൂഷക്കാരൻ ഇരിക്കുമെന്ന് അരുളിച്ചതിനുമായ മിശിഹാ തമ്പുരാന് തന്റെ അടുക്കിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന ഈ പിതാവിന്റെ സ്വസംസ്കാര ശുശ്രൂഷയുടെ നേരത്തും
നമ്മുടെ ആയുസ്സിന് എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എനിക്ക് യോഗ്യമായിരിക്കുന്നു. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കൃപയിൽ വലിയവനും സംക്ഷേപിക്കപ്പെടുവാൻ വഹിയാത്തവനുമായ ദൈവമേ, അനുഗ്രഹങ്ങളുടെ ഉറവും കരുണയുടെ സമുദ്രവും നീയാകുന്നു. നിത്യജീവനും സത്യവഴിയും നീയാകുന്നു. നിന്റെ ദൈവിക ദാനങ്ങളുടെ ബഹുത്വത്താൽ ഞങ്ങളുടെ മനുഷ്യവർഗത്തെ നീ ഐശ്വര്യപ്പെടുത്തി. നിന്റെ ജനത്തിന്റെ ശുശ്രൂഷയ്ക്കും ഗൃഹനിർമ്മാണത്തിനുമായി നിന്റെ സഭയിൽ മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും നീ നിയമിച്ചു. നിന്റെ നൽവരങ്ങൾ കൊണ്ടവരെ നീ നിറച്ചു, അവരെ നീ ബഹുമാനിച്ചു, ശ്രേഷ്ഠതപ്പെടുത്തി സ്വർഗീയ ഭണ്ഡാരത്തിന്മേൽ വിചാരകരാക്കി. നിന്റെ രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന നിന്റെ കൂട്ടത്തെ മേയ്പ്പാനായിട്ട് ഇടയന്മാരായി അവരെ നീ വിളിച്ചാക്കി. സത്യത്തിന്റെ വചനത്തെ നേരായി വായിച്ചു കൊടുപ്പാനും നിന്റെ ആട്ടിൻകൂട്ടത്തിന് സകലത്തിലും ഉത്തമ ദൃഷ്ടാന്തക്കാരായിരിക്കാനും നിന്റെ പരിശുദ്ധരായാൽ അവരെ നീ അഭിഷേകം ചെയ്തു. അവരെ വിശ്വസ്തരെന്നെണ്ണി നിന്റെ ജനത്തെ അവരെ നീ പരമേൽപ്പിച്ചു. കർത്താവേ, ഞങ്ങളുടെ വർഗത്തോടുള്ള എന്റെ കൃപയ്ക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്ത് നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. ഇപ്പോഴും കർത്താവേ, ഇവിടെയുള്ള സഭയിൽ നിന്ന് വാങ്ങിപ്പോകുകയും അരിഷ്ടതയുള്ള ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിന്റെ അടുക്കിലേക്ക് എടുത്ത് കൊള്ളപ്പെടുകയും ചെയ്തിരിക്കുന്ന നിന്റെ കർത്തൃത്വത്തിന്റെ ശുശ്രൂഷക്കാരനും ഞങ്ങളുടെ പിതാവുമായി നിന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് അവൻ തന്റെ ആയുഷ്കാലം മുഴുവനും നിന്നിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നന്ദിയോടെ നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ ഏകാപുത്രന്റെ രക്തത്താൽ കഴുകപ്പെട്ടും അവന്റെ നീതിയാൽ നീതീകരിക്കപ്പെട്ടും കൊണ്ട് നിന്റെ മുൻപാകെ തന്റെ ആത്മാവിന്റെ കഴുത്തിനെ കുനിക്കുകയും തന്റെ ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിന്റെ ദിവ്യജ്ഞാനത്തിൽ നിന്നുള്ള അറിവിനാൽ പലരെയും പ്രകാശിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഇവനെ പുറമേയുള്ള അന്ധകാരത്തിൽ വസിപ്പാൻ നീ കൈവിടുകയില്ലെന്നും ജീവന്റെയും രക്ഷയുടെയും വചനങ്ങളെ ഘോഷിക്കുകയും വിശുദ്ധാത്മാവിന്റെ ദിവ്യ സംഗീതങ്ങളെ പാടുകയും ചെയ്തിട്ടുള്ള ഇവന്റെ നാവിനെ മൗനമാക്കിയില്ലെന്നും നിന്റെ വിശുദ്ധ ശരീരരക്തങ്ങളെ ഭാവിച്ചു കൊടുത്തിട്ടുള്ള ഇവന്റെ കൈകളെ കഠിന വിലങ്ങുകളാൽ ബന്ധിക്കുകയില്ലെന്നും നിന്റെ വിശുദ്ധ മധുവായിൽ ചവിട്ടിയിട്ടുള്ള ഇവന്റെ കാലുകൾ തീക്കനലുകളിൽ മേൽ ചവിട്ടുന്നതിനിടയാക്കിയില്ലെന്നും നിന്റെ മറപരുളുകളെ ഗ്രഹിക്കുകയും നിന്റെ ദിവ്യരഹസ്യങ്ങളെ ശുശ്രൂഷിക്കുകയും ചെയ്തിട്ടുള്ള നിന്റെ ദാസനെ നിത്യാഗ്നിയിലേക്കും വേദനകൾക്കും കരച്ചിലിനും നെടുവേർപ്പുകൾക്കും നീ വിട്ടുകൊടുക്കുകയില്ലെന്നും എന്നാലോ നിന്റെ ദിവ്യാവചനങ്ങളുടെ സത്യത്തിൻ പ്രകാരം നാശത്തിലും അപമാനത്തിലും വിതയ്ക്കപ്പെടുന്ന ഹീന ശരീരത്തെ മരണമില്ലാത്തതും നാശമില്ലാത്തതുമായ മൊത്ത ശരീരമായി രൂപാന്തരപ്പെടുത്തി വർപ്പിക്കുകയും നിന്റെ വിശ്വസ്തദാസന്മാരോടും ഉത്തമാകലോറക്കാരോടും കൂടെ ഇവൻ വിശ്വാസമായി പരമേറ്റിട്ടുള്ള താലന്തുകളെ ലാഭത്തോടും കൂടി നിന്റെ സന്ധിയിൽ സമർപ്പിക്കുമെന്നും അവിടെയുള്ള സന്തോഷത്തിനും നിത്യമോദങ്ങൾക്കും വാശിയായിരിക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ജീവനോടെ ശേഷിച്ചിരിക്കുന്നവരായ നിന്റെ ശുശ്രൂഷക്കാരായ ഞങ്ങൾ 4 വിരൽ നീളം മാത്രമുള്ള ഞങ്ങളുടെ ആയുസിന്റെ ചുരുക്കത്തെയും മാഞ്ഞു പോകുന്ന പുകയ്ക്ക് തുല്യമായിരിക്കുന്ന ഞങ്ങളുടെ ജീവന്റെ അനിശ്ചിതാവസ്ഥയും എല്ലായ്പ്പോഴും ഓർത്തുകൊണ്ട് രാവും പകലും ഉണർവോടെ നിന്നെ സ്തുതിപ്പാനും ഞങ്ങളുടെ ശുശ്രൂഷയെ നടപടിയായി നിവർത്തിക്കുവാനും ഞങ്ങൾക്ക് നീ കൃപ നൽകണമേ. ഞങ്ങളുടെ വിചാരണയിൽ ഭരമേൽക്കപ്പെട്ടിരിക്കുന്ന നിന്റെ ആട്ടിൻകൂട്ടത്തെ നിന്റെ ജീവനുള്ള വചനത്താൽ പോഷിപ്പിക്കുന്നതിനും ആട്ടിൻകൂട്ടത്തെ ചിഹ്നിക്കുന്ന കൊടിയ ചെന്നായ്ക്കളാകുന്ന കള്ളുപദേഷ്ടാക്കന്മാരുടെ ചതിപ്രയോഗത്തിൽ നിന്നും വഞ്ചനകളിൽ നിന്നും അവയെ സൂക്ഷിക്കുന്നതിനും ഉത്സാഹമുള്ളവരായിരുന്ന ജീവന്റെ വഴിയിലൂടെ അതിനെ കടത്തി കൊണ്ടുപോകുവാനും നാശവഴിയിൽ വിരഞ്ഞോടുന്ന അനേകർക്ക് നിന്റെ രക്ഷയുടെ സുവിശേഷത്തെ സ്നേഹപൂർവ്വം സുവിശേഷിക്കുവാനും ഞങ്ങളെ നിന്റെ തിരുസഭയിലെ എല്ലാ ശുശ്രൂഷക്കാരെയും ജാഗ്രതയും വിശ്വസ്തയും ഉള്ളവരാക്കി തീർക്കണമേ. ജയം പ്രാപിച്ചവരുടെ സ്വർഗീയ സഭയിലെ ശുശ്രൂഷാ സ്ഥാനങ്ങളിൽ നിന്ന് ഞങ്ങളാരും എതിരന്മാരായി കാണപ്പെടരുതേ. നിന്റെ കരുണയാൽ ഞങ്ങളെ കടാക്ഷിച്ച് നിന്റെ മഹാശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനത്തിന് ഞങ്ങളെ നീ അർഹതയുള്ളവരാക്കണമേ. പൂർണ്ണതയും പരിപൂർണതയും ഉള്ളതുമായ യാഗങ്ങളെ ആത്മീയാഗപീഠത്തിന്മേൽ ഞങ്ങൾ അർപ്പിക്കുമാറാകണമേ. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ സംഘത്തിൽ ചേർന്നവരോടുകൂടെ ആത്മീയ ഗാനങ്ങളാൽ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും സർവകാലവും ഞങ്ങൾ കരയേറ്റുകയും ചെയ്യുവാൻ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. മശിഹായിൽ മൃതരെ നിങ്ങൾ ദുഃഖിക്കേണ്ട, ഫലമേകും പുനരുദ്ധാന ദിനമടുക്കാറായി.
അക്ഷയരായി കബറിൽ നിന്നുദ്ധാനം ചെയ്യുവേം. രാജസുതനെതിരേൽപ്പിനായി ശീഘ്രം പുറപ്പെടുവേൻ. തേജസ്സേനങ്കി അണിഞ്ഞും കൊണ്ടവനെ കീർത്തിപ്പേൻ. ആദാമിൻ മക്കൾക്കുദ്ധാനം നൽകും നാദാദേ ചെയ്യാം. നാഥാ തിരുസഭ നിന്നോടായി പ്രാർത്ഥിക്കുന്നു. നല്ലിടയാ നിന്നിടവക നിന്നോടർത്ഥിച്ചിടുന്നു. നിൻ മുൻപിൽ സഭയർപ്പിക്കും പ്രാർത്ഥന കേട്ട് തൻ സുതരോടു നിരപ്പായി ക്ലേശങ്ങളിൽ നിന്ന് അതിനെ നീ രക്ഷിച്ചിടണമേ. അതു നിന്റെ ക്രൂശിനെ മുത്തുന്നു. കർത്താവേ എൻ സ്തുതിയെന്നും ഉദ്ഘോഷിക്കുന്നു. നാഥ അനുഗ്രഹിച്ചങ്ങളെ തുണയ്ക്കണമേ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോട് നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറിയലായിസോൻ എന്ന പ്രതിവാക്യമായി ചൊല്ലണം. സ്വർഗീയ സൈന്യങ്ങളുടെ നാഥനും ആത്മാക്കളുടെയും സർവ്വജടത്തിന്റെയും ദൈവവും ജീവന്റെയും മരിച്ചവരുടെയും മേൽ അധികാരമുള്ളവനുമായ മശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ എവിടെയായിരിക്കുന്നുവോ അവിടെ എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കുമെന്നും എനിക്ക് ശുശ്രൂഷ ചെയ്തവനെ പിതാവ് മാനിക്കുന്നുവെന്നും അരുളി ചെയ്ത സത്യപ്രധാനാചാര്യനായ ഞങ്ങളുടെ മശിഹാ തമ്പുരാനെ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സുഹൃതവും പരിപാകതയുള്ളതുമായ നടപടികളിൽ ജീവിപ്പാനും നാശമില്ലാത്തതും അഴിഞ്ഞു പോകാത്തതുമായ നിത്യഭാഗങ്ങൾക്ക് അവകാശികളായി തീരുവാനും ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കി തീർക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗീയ മണവാളനായുള്ളവേ, ആത്മീയ വിരുന്നിനും നിന്റെ പ്രകാശത്താൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന മണിയറയ്ക്കും ഞങ്ങളെ നീ സംബന്ധിപ്പിക്കുകയും പ്രകാശമുള്ള ദീപങ്ങളായി നിന്റെ സന്നിധിയിൽ പ്രശോഭിപ്പാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സാക്ഷാൽ പ്രകാശമായ മിശിഹാ തമ്പുരാനെ, വിശുദ്ധവും ദൈവികവുമായ ആദ്യന്തമില്ലാത്ത പ്രകാശത്തിന്റെ കതിരുകളാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. ഈ ഇടവകയും ഇതിലെ ആടുകളെയും വിശ്വാസമുള്ള നിന്റെ സർവ്വജനത്തെയും ബലമുള്ള നിന്റെ വലങ്കയ്യാൽ നീ വാഴ്ത്തി നിന്റെ ഇഷ്ടം പ്രവർത്തിച്ചിട്ടുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ പ്രകാശത്തിന്റെ കൂടാരങ്ങളിൽ വസിപ്പിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നാം ഉച്ചത്തിൽ 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന ചൊല്ലണം. കുറിയലായിസോൻ, കുറിയലായിസോൻ. അഭിനന്ദ തിരുമേനി, സ്നേഹമുള്ള വൈദിക ശ്രേഷ്ഠരെ, സഭാജനങ്ങളെ, സ്നേഹിതരെ, പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ മെത്രാപ്പൊലീത്തയായി 1/2 നൂറ്റാണ്ടിലധികം നേതൃത്വം നൽകിയതായിട്ടുള്ള അപ്രയം മെത്രാപ്പൊലീത്ത തിരുമേനി, ദൈവത പ്രകാരം നമ്മളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നതായുള്ള ഈ അവസരത്തിൽ മലങ്കര മാത്തമ്മ സുറിയാനി സഭയ്ക്കും ഇന്നിവിടെ പ്രതിനിധീകരിക്കുന്നതായുള്ള കുന്നംകുളം മലബാർ ഭദ്രാസനത്തിനും വന്നേ ചേർന്നിരിക്കുന്നതായുള്ള വൈദിക ശ്രേഷ്ഠർക്കും തൃശ്ശൂരുള്ളതായുള്ള മാർത്തമ്മ പള്ളിക്കും ഒക്കെ ഉള്ള അനുശോചനം ഈ അവസരം എല്ലാവരുടെയും പേരിൽ സദയം ഞാൻ അറിയിക്കട്ടെ. തിരുമേൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്നതായുള്ള സഭയെ ആകമാനം ദൈവം ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും തുടർന്നുള്ളതായുള്ള നാളുകളിൽ ആവശ്യമായ നേതൃത്വം നൽകുവാൻ കാണും. ഇപ്പോഴത്തെ മെത്രാപ്പൊലീത്തയായിരിക്കുന്ന ഔഗേൻ മാക്കുറുലോസ് മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് ആവശ്യമായ എല്ലാ കൃപകളും ദൈവ ഉയരത്തിൽ നിന്ന് വർഷിപ്പിക്കട്ടെ എന്നത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
മലങ്കര മാത്തമ്മ സുറിയാനി സഭയുടെ ഉറ്റ സുഹൃത്തായിരുന്നു അപ്രേം തിരുമേനി എന്ന് ഞാൻ പറയുമ്പോൾ വാക്കുകൾക്കൊന്നും തന്നെ അതിശയോക്തിയില്ല. എല്ലാ വർഷവും മാരാമൻ കൺവെൻഷനിൽ വന്ന് സംബന്ധിക്കുവാൻ തിരുമേനിയെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും അവിടെ വന്ന് മാരാമൻ റിട്രീറ്റ് സെൻറ്ററിൽ താമസിച്ച് കൺവെൻഷൻ്റെ പല യോഗങ്ങളിലും സംബന്ധിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്തിട്ടുള്ളത് വളരെ നന്ദിപൂർവ്വം ഈ അവസരം ഞാൻ ഓർക്കുകയാകുന്നു. താൻ BD പഠിച്ചതായുള്ള ജബൽപൂർ കോളേജിൻ്റെ അലുമിനി അസോസിയേഷൻ്റെ മീറ്റിംഗ് എല്ലാ വർഷവും മാരാമൻ കൺവെൻഷൻ ക്ലർജി ഷെഡിൽ നടത്തുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് താല്പര്യപ്പെടുകയും എല്ലാ സഭാവിഭാഗങ്ങളിലുള്ള പട്ടക്കാരെ വിളിച്ചു വരുത്തി ആ സമ്മേളനത്തിന് നേതൃത്വം നൽകി വേണ്ടതായുള്ള മാർഗദർശനങ്ങളൊക്കെ നൽകിയതും ഈ തരുണത്തിൽ ഞാൻ ഓർക്കുകയാണ്. ക്രൈസ്തവ സഭയെ എല്ലാം ഒന്നിച്ചു നിർത്തുവാൻ തക്കവണ്ണം വളരെയധികം എക്യുമെനിക്കൽ ഫീൽഡിൽ നൽകിയതായുള്ള നേതൃത്വം ഈ അവസരം നന്ദിപൂർവ്വം ഓർക്കുന്നു. സഭയുടെയും ബൈബിൾ സൊസൈറ്റിയുടെയും നിലക്കൽ ട്രസ്റ്റിൻ്റെയും എല്ലാം പേരിലുള്ളതായുള്ള അനുശോചന ഈ അവസരം ഞാൻ അറിയിക്കുകയും നേതൃത്വം നൽകുന്നതായുള്ള മെത്രാപ്പൊലീത്ത തിരുമേനിക്കും കൂടെ പ്രവർത്തിക്കുന്നതായുള്ള വൈദിക ശ്രേഷ്ഠർക്കും സഭാജനങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവകരത്തിൽ വർഷിപ്പിച്ച് ധൈര്യപ്പെടുത്തി ആഴമേറിയ വിശ്വാസത്തോടും ഉറപ്പുള്ള പ്രത്യാശയോടും കൂടെ ജീവിപ്പാൻ ഇടയാക്കി തീർക്കട്ടെ എന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നു. മലങ്കര മാത്തമ്മ സുറിയാനി സഭയിൽ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന മേൽപ്പറ്റക്കാരും പട്ടക്കാരുമൊക്കെ കൂടാതെ ഇന്ന് രാത്രിയിൽ സഭയുടെ സഫർക്കൻ മെത്രാപ്പൊലീത്ത ഒരാൾ കൂറുള്ളൂസ് തിരുമേനി, കോട്ടയം കൊച്ചി ഭദ്രാസനത്തിൻ്റെ ചുമതലയിലുള്ളതായിട്ടുള്ള തോമസ് മാർ തിമോത്തിയോസ് തിരുമേനി, ഇവർ രണ്ടുപേരും രാത്രിയിൽ എത്തിച്ചേർന്ന് അനുശോചനം അറിയിക്കുന്നതിനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. നാളെ ജോസഫ് ബർണബാസ് സഫർക്കൻ മെത്രാപ്പൊലീത്ത തിരുമേനി എത്തിച്ചേരുന്നതിനായിട്ട് ആഗ്രഹിക്കുന്നു എന്നതും പറയുകയുണ്ടായി. ശാരീരിക ക്ഷീണമുള്ളവർക്ക് വരുന്നതിനായിട്ട് സാധിക്കുന്നില്ല എന്നതൊഴിച്ചാൽ മാർത്തമാ സഭയിലെ എല്ലാവരും തന്നെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സന്നിഹിതരായിരുന്ന പ്രാതിനിധ്യം കൊണ്ട് പൗരസ്ത്യ കൽതായ സുറിയാനി സഭയോടുള്ള അനുശോചനം അറിയിക്കുന്നതിനായിട്ട് എല്ലാവരും പ്രത്യേകം പരിശ്രമിക്കുകയും സമയം കണ്ടെത്തുകയുമാണ് ചെയ്യുന്നത്. അനേക വർഷങ്ങൾ സഭയ്ക്ക് നേതൃത്വം നൽകിയതായിട്ടുള്ള നമ്മളുടെ അപ്രയം മെത്രാപ്പൊലീത്ത തിരുമേനി നമ്മളുടെ ഇടയിലിനെ വാങ്ങിപ്പോയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും വളരെയേറെ സങ്കടമുണ്ട്. ഭൗതികമായിട്ടുള്ള ഈ ശരീരം നമ്മളുടെ ഇടയിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. എന്നാൽ തിരുമേനി ജീവിച്ചതായുള്ള കാലഘട്ടത്തിൽ ഭാരതത്തിലെ എല്ലാ സഭകൾക്കും പൗരസ്ത്യ കൽദയ സുറിയാനി സഭയ്ക്കും ആഗോള വ്യാപകമായിട്ടുള്ള അസീറിയൻ സഭയ്ക്കും എല്ലാം തിരുമേനി നൽകിയതായിട്ടുള്ള നേതൃത്വം വാക്കുകൾക്ക് അതീതമാണ്. ഒരു വലിയ പണ്ഡിതൻ, 2 ഡോക്ടറേറ്റുമൊക്കെയാണ് തൻ്റെ ജീവിത കാലഘട്ടത്തിൽ എടുക്കുവാൻ കൊണ്ടിടയായിട്ട് തോന്നുന്നത്. അനേക പുസ്തകങ്ങൾ രചിച്ചതായുള്ള തിരുമേനി താൻ യാത്ര ചെയ്യുന്നതായുള്ള അവസരത്തിൽ യാത്രാ വിവരണങ്ങൾ എഴുതുവാൻ കൊണ്ടും താല്പര്യപ്പെട്ടതായുള്ള തിരുമേനി ഗാനരചയിതാവാണ്. ഒരു ഗിറ്റാർ ഉപയോഗിച്ചതായുള്ളൊരു മെത്രാപ്പൊലീത്ത തിരുമേനി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് മറ്റാരുമല്ല, അപ്രയം മെത്രാപ്പൊലീത്ത തിരുമേനിയാണ്. അപ്രകാരം ഗാനങ്ങളെ വളരെയധികമായിട്ട് ഇഷ്ടപ്പെടുകയും പാടുകയും രചിക്കുകയും പാടുന്നതിനായിട്ട് അനേകരെ ഉത്സാഹിപ്പിക്കുകയും ചെയ്തതായുള്ള തിരുമേനി നമ്മളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നതായുള്ള വേളയാണ്. ദൈവം നൽകിയതായുള്ള ദാനം യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറയുവാൻ നമ്മളുടെ അത്തരങ്ങളെയും ദൈവം ശക്തീകരിക്കണമേ എന്നീ അവസരം പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സൊക്കെ കലങ്ങിയിരിക്കുന്നതായുള്ള അവസരത്തിൽ ദുഃഖത്തിൻ്റെതായുള്ള വേളയിൽ കർത്താവെ സന്നിധിനായി നമ്മോട് പറയുന്നത് ഞാൻ മരണത്തെ ജയിച്ചിരിക്കുന്നു എന്നതാണ്. മരണത്തിനപ്പുറമുള്ള പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ അനുഭവിക്കുന്നതായുള്ള അതിൽ വിശ്വസിക്കുന്നതായുള്ള നാം ഓരോരുത്തരും കർത്താവ് നമുക്ക് നൽകുന്നതായുള്ള സമാധാനമാണ് ഈ തരുണത്തിൽ ഉൾക്കൊള്ളുവാനായിട്ടുള്ളത്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന സമാധാനമല്ല, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു എന്നതാണ് കർത്താവ് നമ്മോട് പറഞ്ഞത്.
കാൽവരി ക്രൂശിൽ പിതാവിൻ്റെ ഇഷ്ടം നിറവേറുവാൻ തക്കവണ്ണം അതുമാത്രം മറ്റൊന്നുമല്ലാതെ എന്തിനു വേണ്ടി തൻ്റെ പിതാവെ ഈ ലോകത്തിലേക്ക് അതിനെ അയച്ചോ ആ ഇഷ്ടം നിറവേറുന്നതിനായി സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയും പിതാവിൻ്റെ ഹിതപ്രകാരം ശരീരം മുറിക്കുകയും രക്തമൊഴുക്കുകയും ചെയ്തതായുള്ള അവസരത്തിൽ കാൽവരി ക്രൂശിൽ മരിച്ചതായുള്ള വേളയിൽ അനുഭവിച്ചതായുള്ള സമാധാനമാണ് സഭാമക്കളായുള്ള നമുക്കെല്ലാവർക്കും സഭാനാഥനായുള്ള കർത്താവ് നൽകുന്നത്. ആ സമാധാനം ഉൾക്കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ച് ധൈര്യത്തോടുകൂടി ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു എന്നുള്ള നിയോഗമൊക്കെ ഏറ്റുവാങ്ങി ദൈവകൃപയുടെ ശക്തീകരണത്തോടും ആത്മാവിൻ്റെ നിയോഗത്തോടും കൂടി അനുഗ്രഹീതമായുള്ള ശുശ്രൂഷ തുടർന്നും നിർവഹിപ്പാൻ തക്കവണ്ണം എല്ലാവർക്കും ഇടയാകട്ടെ. അപ്രയം മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ചുവടുകളെ പിൻപറ്റുന്നതായുള്ള ഔകന്മാർ കൂറുലോസ് മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് ആവശ്യമായുള്ള എല്ലാ ശക്തിയും അനുഗ്രഹങ്ങളും ദൈവം നൽകി നേതൃത്വത്തോടെ നയിക്കുവാൻ തക്കവണ്ണം ദൈവം സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മലങ്കര മാർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ മാർ തിയോഡോഷ്യസ് തിരുമേനിയും കോഴിക്കോട് രൂപതയുടെ കുന്നംകുളം മലബാർ രൂപതയുടെ മേലധ്യക്ഷനായ മാത്യൂസ് മാർ മക്കാറിയോസ് തിരുമേനിയോടും സഹ വൈദികരോടും മാർത്തോമാ സഭയും കൽദായ സഭയും തമ്മിലുള്ളതായ ബന്ധം അത്രമാത്രം ആഴത്തിലുള്ളവയാണ്. അത് വളരെ വ്യക്തമായിട്ട് അഭിവന്ദ്യ ശ്രേഷ്ഠ പിതാവ് ഇവിടെ വ്യക്തമാക്കി. കൽദായ സഭയുടെ നന്ദി ഇവിടെ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ മക്കാറിയോസ് തിരുമേനിക്ക് ഇവിടെ 2 വാക്ക് സംസാരിക്കുന്നതിനായിട്ട് സാദരം ക്ഷണിക്കുന്നു. അഭിവന്ദ്യ മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി, അഭിവന്ദ്യന്മാർ കുർലോസ് തിരുമേനി, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, വിശ്വാസ സമൂഹമേ, ദീർഘവർഷങ്ങൾ പൗരസ്ത്യ കൽദയ സുറിയാനി സഭയ്ക്ക് അനുഗ്രഹീതമായുള്ള നേതൃത്വം നൽകി കർത്തൃ സന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന അഭിവന്ദ്യ അപ്രേം തിരുമേനിയുടെ ദേഹയോഗത്തിൽ മാർത്തോമാ സഭയ്ക്കുള്ള ദുഃഖം അഭിവന്ദ്യ മെത്രാപ്പൊലീത്ത തിരുമേനി ഇവിടെ രേഖപ്പെടുത്തി. ഈ പ്രദേശം ഉൾക്കൊള്ളുന്ന കുന്നംകുളം മലബാർ ഭദ്രാസനത്തിൻ്റെതായുള്ള അനുശോചനം ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. അഭിവന്ദ്യ അപ്രേം തിരുമേനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാൻ ഇവിടെ വന്ന് തിരുമേനിയെ കാണുകയും അപ്പോൾ ഔഗേൻ തിരുമേനി ഇവിടെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായുള്ള രീതിയിലുള്ള സരസമായ സംഭാഷണം ഏത് വ്യക്തികളെയും ഹഠാത് ആകർഷിക്കുന്നതായുള്ള ഒന്നത്രേ തിരുമേനിക്കുള്ളത്. ഒരു ദൈവശാസ്ത്ര പണ്ഡിതനും സഭാവിജ്ഞാനീയ രംഗത്ത് സഭയുടെ ചരിത്ര രംഗത്ത് അനുഗ്രഹീതമായുള്ള പുസ്തകങ്ങൾ പഠനങ്ങൾ നൽകിയിട്ടുള്ള തിരുമേനി പ്രഭാഷണ രംഗത്ത് വളരെയധികം മികവ് പുലർത്തിയിട്ടുണ്ട്. തിരുമേനിയുടെ സരസമായുള്ള സംഭാഷണം നമ്മുടെ മരമൺ കൺവെൻഷനിലും വിവിധ ഇടങ്ങളിലൊക്കെ കേൾക്കുവാൻ സാധിച്ചത് സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ്. അഭിവന്ദ്യ പൗലോസ് തിരുമേനി കാലം ചെയ്തപ്പോൾ കോട്ടയം വൈദിക സെമിനാരിയിൽ നിന്ന് KG പോത്തനച്ഛനും ഞാനും കൂടി ഇവിടെ കാണുവാൻ വന്നിരുന്നു. അപ്പോൾ തിരുമേനി വിദേശത്ത് നിന്ന് യാത്ര ചെയ്ത് ഈ മരണവാർത്ത അറിഞ്ഞ് ഇവിടെ എത്തിയതാണ്. തിരുമേനിയെ കണ്ടപ്പോൾ അദ്ദേഹം സംസാരിച്ചൊക്കെ ഇപ്പോൾ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. പിന്നീട് തനിയെ ഈ സഭയ്ക്ക് ശ്രേഷ്ഠമായുള്ള നേതൃത്വം അഭിവന്ദ്യ അപ്രേം തിരുമേനി നൽകി. 2 തിരുമേനിമാരെ വാഴിച്ച് ഈ സഭയുടെ മുന്നോട്ടുള്ള ഗമനത്തിന് ആവശ്യമായുള്ള എല്ലാ ക്രമീകരണങ്ങളും അഭിവന്ദ്യ തിരുമേനി ചെയ്തു. വളരെ സംതൃപ്തിയോടുകൂടി തൻ്റെ ശുശ്രൂഷ പൂർത്തീകരിച്ച് കർത്തൃസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന പ്രിയപ്പെട്ട അപ്രേം തിരുമേനിയുടെ ധന്യമായിട്ടുള്ള അനുഗ്രഹീതമായുള്ള ഓർമ്മയ്ക്ക് മുൻപിൽ ഈ സമയത്ത് ഭദ്രാസനത്തിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഈ സഭയെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിച്ച് സന്തോഷത്തോടെ, സമാധാനത്തോടെ, പ്രത്യാശയോടെ കൂടുതൽ അർത്ഥവത്തായുള്ള ശുശ്രൂഷയ്ക്ക് തുടർന്ന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി തിരുമേനി. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ,
അവിടുത്തെ തിരുശരീരമായുള്ള സഭയിൽ ശ്രേഷ്ഠ ശുശ്രൂഷയ്ക്കായി ഇടയന്മാരെ വിളിച്ച് അവിടെ നാക്കുന്നല്ലോ. കൽദയ സുറിയാനി സഭയ്ക്ക് കഴിഞ്ഞ 50-ൽ പരം വർഷം ശ്രേഷ്ഠ അനുഗ്രഹമുള്ള ശുശ്രൂഷ ചെയ്യുവാൻ അഭിയന്യപ്രയം തിരുമേനി അവിടുന്ന് ഒരുക്കിയതിനായിട്ട് സ്തോത്രം. നിന്റെ മകൻ്റെ ധന്യമായുള്ള ശുശ്രൂഷ ഏറ്റുവാങ്ങിയതായുള്ള ഈ സഭയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തുടർന്നുള്ള ഗമനത്തിലും ആവശ്യമായുള്ള സ്വർഗീയ കൃപകൾ നൽകി കർത്താവെ നേതൃത്വം നൽകുന്ന തിരുമേനിയെയും ഈ തിരുസഭയെയും പട്ടക്കാരെയും എല്ലാവരെയും നീ അനുഗ്രഹിച്ച് വഴി നടത്തിക്കൊള്ളണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാനെ, പ്രിയപ്പെട്ട പ്രേം തിരുമേനിയിലൂടെ ദൈവശാസ്ത്ര മേഖലയ്ക്ക്, സഭാചരിത്ര മേഖലയ്ക്ക്, പ്രഭാഷണ മേഖലയിൽ അനുഗ്രഹീതമായിട്ടുള്ള സംഭാവനകൾ ലഭ്യമാകുവാൻ അവിടുന്ന് ഇടയാക്കിയല്ലോ. ആ നല്ല മാതൃകകൾ, നല്ല ഓർമ്മകൾ തലമുറകൾക്ക് അനുഗ്രഹമായി നിലനിൽക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, തൻ്റെ സമയവും തൻ്റെ താലന്തുകളും തൻ്റെ സാധ്യതകളും ഏറ്റവും അനുഗ്രഹമായിട്ട് വിനിയോഗിച്ച് ഈ സഭയെ മാത്രമല്ല ഭാരത ക്രൈസ്തവ സഭയെ ഇക്യുമെനിക്കൽ മേഖലയെ സമ്പുഷ്ടമാക്കുവാൻ തിരുമേനിയിലൂടെ അവിടുന്ന് ഇടയാക്കിയല്ലോ. നല്ല മാതൃകകളിൽ നിന്ന് നിലനിൽക്കുവാൻ തിരുസഭയ്ക്ക്, ഈ കൽദയ സുറിയാനി സഭയ്ക്ക് തുടർന്നും സഹായിക്കണമേ. ഈ ദിവസങ്ങളിൽ നടക്കുന്ന ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹീതമായി തീർന്ന് തിരുമേനിയുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് സ്തോത്രങ്ങൾ അർപ്പിക്കുന്ന അവസരമാക്കി തീർക്കണമെന്ന് യേശുമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.